ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു മധുര വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ സമയം ഇഷ്ടമാകുന്നതുമാണ്. ഇതിലേക്ക് ആവശ്യമായത് റാഗി കുതിർത്തത് ഒരു 6 മണിക്കൂർ കുതിർത്ത 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, ശർക്കര 1 കപ്പ്. ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് കുതിർത്ത് കഴുകി വൃത്തിയാക്കിയ റാഗി ഇട്ട് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. ഇത് ഒരു അരിപ്പയിൽ കൂടി നന്നായി അരിച്ചെടുക്കുക. വീണ്ടും ഒരിക്കൽ കൂടി അതേ ജാറിലേക്കിട്ട് അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇങ്ങനെ അരിച്ചെടുത്ത മിശ്രിതം വീണ്ടും ഒരിക്കൽ കൂടി അരയ്ക്കണം. ഇങ്ങനെ 3 പ്രാവശ്യം അരിച്ച് എടുത്ത മിശ്രിതം അവസാനം ഒരു തുണിയിൽ കൂടിയോ ഇല്ലെങ്കിൽ മറ്റൊരു അരിപ്പയിൽ കൂടിയോ നന്നായി അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ റാഗി തേങ്ങാപ്പാൽ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൊടിച്ചു വച്ചിരിക്കുന്ന 1 കപ്പ് ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടിയും കട്ടകളൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉരുക്കി അരിച്ചെടുത്ത് ഉപയോഗിക്കുക. നന്നായി കുറുകി വരുന്ന സമയം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അല്പമായി നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് നന്നായി കുറുക്കിയെടുക്കുക. ഒരു 4 സ്പൂൺ നെയ്യ് വരെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുറുകി വരുന്ന സമയത്ത് അല്പമായി ഉപയോഗിക്കുക. പാത്രത്തിൽ നിന്നും നന്നായി വിട്ടു വരുന്നതാണ് ഹൽവയുടെ പാകം. അതുവരെ കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഹൽവ റെഡിയായിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യുന്നതിനായി ഒരു പാത്രത്തിൽ നെയ്യ് തടവി തണുക്കുന്നതിനായി വയ്ക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ ഈ പാത്രത്തിലേക്ക് മാറ്റണം. ഇതിന് മുകളിലായി വെളുത്ത എള്ളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളുത്ത എള്ള് കൂടി ഇട്ട് തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത ഹൽവ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ്. എള്ള്, ശർക്കര, റാഗി എന്നിവയുടെ ഈ ഹൽവ വളരെ ഹെൽത്തിയാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.